ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ എവിടെ പോവാ? നമ്മൾ എവിടെ പോവാ? ടാറ്റ പോവാണോ? ഇപ്പം ഈ പോകുന്നത് നാട്ടിലോട്ട് പോകാനുള്ള ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി ആകെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഞങ്ങൾക്ക് നാട്ടിലോട്ട് പോകാനായിട്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള വാൾമാർട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഇലോറ ഉറങ്ങി. അതുകൊണ്ട് കാർ സീറ്ററോടെ ഇങ്ങോട്ട് കയറ്റിയിരുത്തി. നേരെ ഞങ്ങൾ പോയത് ചോക്ലേറ്റ് സെക്ഷനിലോട്ട്. ഇവിടെ നോക്കിയപ്പോൾ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ്. ഇതൊന്നും ഞാൻ കണ്ടിട്ടും ഇല്ല, കഴിച്ചിട്ടും ഇല്ല. ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. ആകെ അറിയാവുന്നത് കുറച്ച് ലിൻഡും സ്നിക്കേഴ്സും മാസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണല്ലോ നമ്മൾ ആകെ കാണുന്നതും കഴിച്ചതും ഒക്കെ. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് നോക്കി സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോഴത്തേന് നമ്മുടെ ഇലോറ എഴുന്നേറ്റു. ഗേൾസിൻ്റെ സൈഡിൽ പോകുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും. എങ്ങാനും വല്ലതും ഡ്രസ്സ് കിട്ടിയാലോ. ഇവിടെയും കുറേ കളക്ഷൻസ് ഉണ്ട് പിള്ളേർക്കൊക്കെ. അങ്ങനെ പിള്ളേർക്ക് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത്. പക്ഷേ ഇവിടെ വിൻ്റർ ടൈം ആയതുകൊണ്ട് കൂടുതലും അങ്ങനത്തെ ഡ്രസ്സസ്സാണ്. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് നാട്ടിലിടാൻ പറ്റുന്ന ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കൂടുതലും ലുലു ആണ് മിസ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിലോട്ടൊക്കെ വരുന്ന സമയത്ത് പണ്ട് ഗൾഫിലായിരുന്നപ്പോൾ അവിടെ കുറച്ചും കൂടെ അഫോർഡബിളായിട്ട് കാര്യങ്ങളെല്ലാം കിട്ടും, നമുക്ക് വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ. പക്ഷേ ഇങ്ങോട്ട് കാനഡയിൽ വന്നു കഴിഞ്ഞ് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴത്തേനും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും എടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. എന്ന് വെച്ചാൽ പ്രൈസിൽ നല്ല വ്യത്യാസങ്ങളും ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ഓഫറുകളും അവിടെയാണെന്ന് തോന്നുന്നു കൂടുതൽ. ഇവിടെ ബേബി ഫുഡ്സും അവൈലബിൾ ആണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളും ഒക്കെ. ഇലോറയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങൾ അത്ര കോഫി ആൻഡ് ടീ ലവേഴ്സ് ഒന്നും അല്ല, എന്നാൽ ഇടയ്ക്കൊക്കെ ഒന്ന് കുടിക്കും. ഈ നോക്കുന്നത് നാട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. നോക്കിയപ്പോൾ ടിം ഹോർട്ടൻസിൻ്റെ കുറേ വെറൈറ്റി പൗഡേഴ്സ് ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്തേക്കാം ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങളും കുറച്ചൊക്കെ വാങ്ങിച്ചു. ലാസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഏതെടുക്കണം, ഏതായിരിക്കും നല്ലത് എന്നൊക്കെ. പിന്നെ ഞങ്ങൾ 2-3 എണ്ണമൊക്കെ എടുത്തങ്ങ് ഇട്ടു. ബാക്കി നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ അറിയാം കൊള്ളുവോ എങ്ങനെയാണെന്നൊക്കെ. അടുത്ത സെക്ഷൻ ഇലക്ട്രോണിക്സ് ആണ്. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ട്. ജെറി പക്ഷേ ഇതിലോട്ടൊക്കെ കുറച്ചും കൂടെ താല്പര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പിള്ളേർക്ക് കൂടുതലും ഡ്രസ്സും മേക്കപ്പും ഷൂസും അങ്ങനത്തെ കാര്യം നോക്കുമ്പോൾ ആ പിള്ളേർ കുറച്ചും കൂടെ നോക്കുന്നത് ഇലക്ട്രോണിക്സ് ഐറ്റം ആണല്ലോ. അങ്ങനെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വാൾമാർട്ടിൽ നിന്ന് ടാറ്റ പറയാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞങ്ങൾക്ക് അവിടെ അടുത്തുള്ള ഡോൾറാമയിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഈ ഡോൾറാമയിൽ $5 മാക്സിമം ഒരു പ്രൊഡക്റ്റിന്. അതുകൊണ്ട് വീട്ടിലേക്കുള്ള ഈ സ്ക്രബ്ബേഴ്സും മാറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ ഒത്തിരി ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വീട്ടിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചാൽ മതി എന്ന് തോന്നുന്നു. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല. അത്ര നല്ലതല്ല എന്ന് പറയുന്നു, എനിക്കറിയത്തില്ല. ക്രിസ്മസ് കഴിഞ്ഞിട്ടും അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഇപ്പോഴും ഉണ്ട് കുറേയൊക്കെ. ഇലോറ ഓരോന്ന് ചൂണ്ടിക്കാണിക്കുക ഇത് വേണം എന്നൊക്കെ. അവസാനം ഞങ്ങൾ 2-3 ടോയ്സ് കാണിച്ചിട്ട് ഏത് വേണമെന്ന് കാണിച്ചപ്പോൾ അവൾക്ക് എല്ലാം എടുത്തോളാം എന്നാണ് അവൾ പറയുന്നത്. പിന്നെ ഇവിടെ ടോയ്സും ഉണ്ട് പിള്ളേർക്കൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊക്കെ മതി ഇപ്പോൾ തൽക്കാലത്തേന്. ഇപ്പോൾ ഇലോറയ്ക്ക് അവിടെ നിന്നൊക്കെ മതി. അങ്ങനെ ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും ഒന്നും നമുക്ക് പോയി കുടിക്കാമെന്ന്. അങ്ങനെ മിസ്റ്റർ പപ്സിൽ കയറി. അതൊരു ഡെസേർട്ട് ബാറാണ്. ഇവിടെ ഈ മിസ്റ്റർ പപ്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡോണറ്റ് പോലത്തെ ഒരു സാധനം നിങ്ങൾ കണ്ടില്ല അവിടെ ഫ്രൈ ചെയ്യുന്നത്. അത് ഓരോ ഫ്ലേവേർഡിൽ അവർ തരും. കാരമൽ, സിനമൺ, നമുക്ക് ഏതാണോ ഇഷ്ടം അത് നമുക്ക് ചൂസ് ചെയ്യാം. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഐസ്ഡ് കോഫിയാണ് കുടിച്ചത്. ഞങ്ങൾ കുടിക്കുന്ന കണ്ടപ്പോൾ ഇലോറയ്ക്ക് ഒരു രക്ഷയില്ല. ഇലോറ ഇരുന്ന് അത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് പതുക്കെ ഇറങ്ങി ചുമ്മാ ഒന്ന് റിവർ സൈഡ് വരെ പോകാമെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ ഈ കാണുന്നില്ല, അത് ഡിട്രോയിഡ് ആണ്. വിൻസറിൽ നിന്ന് ഭയങ്കര അടുത്താണ് ഡിട്രോയിഡ്. ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ മാത്രം മതി. എന്ത് ചെയ്യാനാ, എനിക്ക് ഇതുവരെ US വിസ കിട്ടിയിട്ടില്ല. എനിക്ക് ഡേറ്റ് തന്നെ വന്നിരിക്കുന്നത് 2026-ലാണ്. ജെറിക്കും ഉണ്ട്, ഇലോറയ്ക്കും ഉണ്ട്. അതിൻ്റെ അഹങ്കാരം ചെറുതായിട്ട് അവർക്കുണ്ട്. എന്തായാലും അധികം താമസിക്കാതെ എനിക്കും പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. ഇലോറയും ജെറിയും പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇലോറേക്കാളും ചെറിയ കുട്ടിയായിട്ടാണ് ജെറി ഇവിടെ കളിക്കുന്നത്. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്. നിങ്ങൾ കാണുന്ന ബ്രിഡ്ജ് ആട്ടോ ഡിട്രോയിറ്റിലോട്ട് പോകാൻ പറ്റുന്നത്. ഇലോറയുടെ ഓരോ സ്റ്റേജസ് കാണുമ്പോൾ എല്ലാം പെട്ടെന്ന് ആകുവാണല്ലോ എന്നുള്ളൊരു വിഷമം. എന്ത് ചെറുതായിരുന്നു കഴിഞ്ഞ വർഷം, ഇപ്പം കണ്ടില്ല നടക്കാനും ഓടാനും എല്ലാം തുടങ്ങി. ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ.